ആബാ പിതാവേ, ജഗത്തിൻ പിതാവേ, ആത്മാവിൽ വാഴുന്ന കനിവിൻ നിലാവേ, സ്വന്തം ജനത്തെ നയിക്കും യഹോവേ, സ്നേഹപ്രകാശം തരും സൽപിതാവേ, അബ്രഹാമിൻ ഇസഹാക്കിൻ യാക്കോബിൻ ദൈവമേ, നിന്റെ നാമമെന്നുമെന്നും വാഴ്ത്തിടുന്നു. ഇസ്രായേലിൻ ഉന്നതനാം ഏകസത്യ ദൈവമേ, നിൻ മഹത്വമെന്നും ഞങ്ങൾ കീർത്തിക്കുന്നു. അബ്രഹാമിൻ ഇസഹാക്കിൻ യാക്കോബിൻ ദൈവമേ, നിന്റെ നാമമെന്നുമെന്നും വാഴ്ത്തിടുന്നു. ഇസ്രായേലിൻ ഉന്നതനാം ഏകസത്യ ദൈവമേ, നിൻ മഹത്വമെന്നും ഞങ്ങൾ കീർത്തിക്കുന്നു. പുറപ്പാടിൻ യാത്രയിൽ കൂടെ വന്നു ദൈവം, മേഘമായി ദൈവം. Aku
മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യഹൂദിയോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ അനേകമാർ അവളെ അനുഗമിക്കും. രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവരുടെ നാമം അനുസ്മരിക്കും. എന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയും ആയിരിക്കും. ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സ്ഥിതിയോട് നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവേ, നിന്നോട് നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തിൽ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സഹോദരനെ, വിശുദ്ധ പത്രോസ്ലീഹയിൽ ഞങ്ങളുണ്ടായിട്ടുള്ള വിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് പോലുമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയമൊടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവുമാകുന്ന അനശ്വരരക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർ വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ചിന്തിക്കുവേ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവേ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകാതിരിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോട്
ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജിബിൻ ആൻമരെ, ജിബിൻ്റെയും ആൻമരിയുടെയും മാതാപിതാക്കന്മാരെ, സ്നേഹിതരെ, ബന്ധുമിത്രാദികളെ, ക്ഷണിതാക്കളെ, ദൈവനിശ്ചയപ്രകാരം ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് ജിബിൻ മേരിയാനെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണ്. മേരിയാനും അതുപോലെ തന്നെ ദൈവനിശ്ചയപ്രകാരം ഈ ദേവാലയത്തിൽ വെച്ച് ഇന്ന് ജിബിനെ ഭർത്താവായി സ്വീകരിക്കുകയാണ്. അവർ ഭാര്യ ഭർത്താക്കന്മാരാകുവാനുള്ള സമ്മതം ഏറ്റുപറയുന്ന സന്ദർഭത്തിൽ ദൈവമായ കർത്താവ് ഇടപെട്ട് അവരുടെ ബന്ധത്തെ ആശീർവദിച്ചു. അവരുടെ ബന്ധത്തെ ആശീർവദിച്ച് പുതിയ കുടുംബത്തിന് അവിടുന്ന് തന്നെ തറക്കല്ലിടും. അങ്ങനെ സ്ഥാപിക്കപ്പെടുവാൻ പോകുന്ന പുതിയ കുടുംബത്തിന് ആശംസകളും പ്രാർത്ഥനകളും നേരുവാനായിട്ട് എത്തിയിരിക്കുന്ന നാം എല്ലാവരും വളരെ ഭക്തിയോടുകൂടി ഈ കുർബാനയിലും സംബന്ധിക്കും. ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കും. ഇവരെ രണ്ടുപേരെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സ്നേഹവും ഒക്കെ ധാരാളം കളിയാടുന്നതിനും ലൗകികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമായ നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ ഇവർക്ക് കഴിയണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ രണ്ടുപേരും കുറേയേറെ നാളുകളായി ഈ ദിവസത്തിന് വേണ്ടി നോക്കി കാത്തിരിക്കുകയായി. അവർ ചിരിക്കുന്നുണ്ട്. കല്യാണം കഴിക്കുവാൻ ആഗ്രഹിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന ദിവസത്തെ ഓർത്തുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഴിയാത്ത യുവതികൾ ചുരുക്കം. യുവാക്കന്മാർ മോശമല്ല. അവരും ഭാവി ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന രീതി നമുക്ക് കാണാറുണ്ട്. അപ്പോൾ സാധാരണ യുവതീവാക്കന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജിബിനും ആൻമരിയും ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. അത് സ്വാഭാവികമാണ്, നൈസർഗികമാണ്. അങ്ങനെയുള്ള അവരുടെ ആ വലിയ നീണ്ട ഒരുക്കവും ആകാംക്ഷയും അവരുടെ വലിയ ആഗ്രഹം സാധിക്കുന്ന ഈ മുഹൂർത്തം തീർച്ചയായിട്ടും ധന്യമാണ്. ദൈവത്തിൻ്റെ പ്രീതി അവരുടെ മേലുണ്ടാകുന്നത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണം എന്നത് നടന്ന അത്ഭുതമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഈ അത്ഭുതമുള്ളത്. മറ്റു 3 പേരുടെയും സുവിശേഷങ്ങളിൽ കാണാത്ത